ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാബേജ് പക്കോട റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. ക്യാബേജ് പക്കോടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ് ഞാനിവിടെ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ 2 സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ക്യാബേജ് ഇതുപോലെയാണ് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയൊക്കെ ചേർക്കാം. ഇഞ്ചി ഇവിടെ ഞാൻ ചെറിയ കഷ്ണമാണ് ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 3-4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ 2 വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം. ക്യാബേജ് ഒന്ന് ബൈൻഡായി കിട്ടാനായിട്ടുള്ള അത്രയും കടലമാവ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. പക്കോട നല്ല ക്രിസ്പിയായി കിട്ടാനാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു കളറിന് മാത്രം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ കൈവച്ച് ഒന്ന് നന്നായി തിരുമ്മിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വെള്ളം കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം, കാരണം ക്യാബേജിൽ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളതാണ്. അതുകൊണ്ട് വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം. എല്ലാം നന്നായി ഇതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇതുപോലെ കൈകൊണ്ടൊന്ന് അമക്കിയെടുക്കുമ്പോൾ എല്ലാം കൂടി ഒരു ഉരുള പോലെ ആയിട്ട് വരണം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാകാനായി വെച്ചിട്ടുണ്ട്. എണ്ണ ഒരുപാട് ചൂടാകാതെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം കൂടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറച്ച് കുറച്ചായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് വറുത്ത് പോരാം.
അപ്പോൾ നമ്മളെ ക്യാബേജ് പക്കോട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പക്കോടയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാവും. അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇനി ക്യാബേജ് വീട്ടിൽ വാങ്ങുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്യാബേജ് പക്കോടയുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. ടേക്ക് കെയർ. ബൈ.